ഭാര്യ ഹൻതമ ബിന്ത് മുക്കീറ ആൺകുഞ്ഞിന് ജന്മം നൽകിയതറിഞ്ഞപ്പോൾ ഖത്താബ് ഇബ്നു നുഫൈലിൻ്റെ ആഹ്ലാദം പരിധിവിട്ടു. വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ മൃഗബലി നടത്തിയും സമൂഹസദ്യ വിളമ്പിയും ആ പിറവി അയാൾ ആഘോഷിച്ചു. ദുജ്ഹാൻ താഴ്വാരങ്ങളിൽ ചുണ്ടിൽ ചൂളം വിളിയും കയ്യിൽ ചാട്ടവാറുമായി നഗ്നപാതനായി അവൻ ആടുകളുടെ പിന്നാലെ നടന്നു. എല്ലാവരും മടിച്ചു നിന്നപ്പോൾ അവൻ അക്ഷരാഭ്യാസം പഠിച്ചു. ആരോഗ്യവാനും സുന്ദരനുമായ ആ യുവാവ് ഉക്കാദ് ചന്തയിലെ പ്രകടനവേദികളിൽ താരമായി. ഒരിക്കൽ ചന്തയിൽ മല്ലന്മാരുടെ വേറിട്ട പോരാട്ടം നടക്കുകയായിരുന്നു. എതിരാളികളെ ഓരോരുത്തരെ മലർത്തിയടിച്ച് അന്യദേശക്കാരനായ ഗുസ്തിവീരൻ ഗോദയിൽ നെഞ്ചുവിരിച്ചു നിന്നു. മക്കക്കാരെ നാണം കെടുത്തി വെല്ലുവിളി തുടരവേ സദസ്സിൽ നിന്ന് ആ യുവാവ് എഴുന്നേറ്റു. പരിഹാസച്ചിരിയുമായി ഗുസ്തിവീരൻ അവനെ ഗോദയിലേക്ക് ക്ഷണിച്ചു. കണ്ണു തുറന്നില്ല. അപ്പോഴേക്കും അവൻ അന്യദേശക്കാരനായ ആ മല്ലവീരനെ മുഖം കുത്തി വീഴ്ത്തി. പിന്നെ അവിടെ ആർപ്പുവിളികളുടെ ഘോഷമായി. അന്നുമുതൽ ആ യുവാവ് മക്കക്കാരുടെ വീരനായകനായി. തങ്ങളുടെ കുട്ടികൾക്ക് ഉമ്മമാർ അവൻ്റെ കഥ പറഞ്ഞുകൊടുത്തു. ഉമർ ഇബ്നു ഖത്താബിൻ്റെ കഥ. എന്നാൽ തലമുറകൾ പിന്നിട്ടപ്പോൾ ഈ കഥ എല്ലാവരും മറന്നുപോയി. പകരം മറ്റൊരു കഥയായിരുന്നു. അതെ, ഖലീഫ ഉമറിൻ്റെ കഥ.